ഇന്നിപ്പോൾ അങ്ങനെയുള്ള ദറസുകളില്ലല്ലോ. 10 കുട്ടികൾ പോലുള്ള ദറസുകൾ പോലും വളരെ കുറവായിപ്പോയി. വളരെ കുറവാണ്. കേരളത്തിൽ 100ഉം 50ഉം ഒക്കെയുള്ള കുട്ടികൾ, എല്ലായിടത്തും 10 കുട്ടികളാണ്. അതിനപ്പുറത്തേക്ക് വളരെ കുറവാണ്. ദീൻ പഠിക്കാൻ ഇറങ്ങുന്നതാകുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയി. എത്ര സൗകര്യങ്ങളുണ്ടായിട്ടും ആളുകൾ കുറഞ്ഞു പോയ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഭൗതികമാകുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും താല്പര്യമില്ലാതായി പോവാൻ അടുത്തൊരു തലമുറ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇനി ആരാണ് ഈ ദീനിനെ സംരക്ഷിക്കാൻ? സത്യത്തിൽ വലിയ ഭയപ്പാടാണ്. അടുത്ത ഒരു ജനറേഷനിൽ ഈ ദീനിനെ സംരക്ഷിക്കുന്ന ആളുകൾ ഏത് കോലത്തിലാകുമെന്ന് അള്ളാഹു ആലം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുമ്പ് കാലങ്ങളിൽ ഇൽമ നുകരാൻ ആളുകൾ ധാരാളം ഇറങ്ങിയിരുന്നു, അത് പഠിക്കുമായിരുന്നു. ഇന്ന് ആത്മീയവും ഭൗതികവും രണ്ടും കൂടി സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന കലാലയം ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ഇറങ്ങാനും താല്പര്യപ്പെടാത്ത ആളുകൾ, മക്കളെ പറഞ്ഞു വിടാൻ പോലും താല്പര്യത്ത മാതാപിതാക്കൾ. പറഞ്ഞു വിടും എപ്പോഴാ? മക്കൾ 10ാം ക്ലാസ്സിൽ തോറ്റ് നല്ല ഗുസ്തിയൊക്കെ ആയിട്ട് നിൽക്കാണു, ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നു, വാപ്പായെ കളരി പോലെ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിലെത്താണ്. വീട്ടിൽ നിർത്തിയ ഇടങ്ങേറാന്ന് കണ്ടു കഴിയുമ്പോൾ ഒടിഞ്ഞതും മുറിഞ്ഞതും മമ്പുറത്ത് വാതിക്കെ പോയിരിക്കുക. അപ്പോൾ അതൊക്കെ ഉസ്താദേ ഇവനെ കൊണ്ടേ നന്നാക്കി തരണം. എന്താ നന്നാക്കാൻ? മണിച്ചം വാട്ടർ അടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു കയ്യിൽ കുപ്പിയും മറു കയ്യിൽ ഇടിക്കാനുള്ള ഗതയും. ഇവനെയാണ് പള്ളിയിലോട്ട് പറഞ്ഞു വിടുന്നത്. ഉസ്താദിൻ്റെ അടിപ്പള്ളിയുടെ അടിഭിത്തി നോക്കി അവൻ ചവിട്ടും. അള്ളാഹു ആക്കട്ടെ. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുള്ള മക്കളൊക്കെ ഒരുപാട് പേര് നന്നായ ആളുകളുണ്ട്, വലിയ സാലിഹ്യങ്ങളായ ആളുകളുടെ ചരിത്രമുണ്ട്. ആരെയാണ് അള്ളാഹു നന്നാക്കുമെന്ന് അറിയില്ലല്ലോ. പക്ഷെ അധികം ആളുകളും ഓതാൻ പെടുന്നത് അപ്പോഴാണ്. പിന്നെ പഠിക്കാനും കൊള്ളൂല, ഒന്നിനും കൊള്ളൂല എന്ന് കാണുമ്പോഴത്തേക്കും പറയും ഓതാൻ വിട്ടേക്കാം. ഓതാൻ വിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവന് കഞ്ചാവിന് പിടിച്ച് അവനെ കുറ്റിക്കകത്താക്കി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പം പരാതി പറയുന്നത് ഓതാൻ വിട്ടപ്പോൾ അവൻ കേടായിപ്പോയെന്ന്. അതിന് മുമ്പുള്ള അവസ്ഥ, ആ 10ാം ക്ലാസ്സിലെ പുസ്തകം ഒന്നുണ്ട്, എത്ര A+ ഉണ്ടെന്ന് നോക്കട്ടെ, മൊത്തം D ആയിരുന്നു. അവനെ ഓതാൻ എടുത്തത് തന്നെ വലിയ കിട്ടല. മിക്കടുത്തും ഓതാൻ പെടുന്നത് അങ്ങനെയാണ്. ഞാൻ വെറുതെ പറയല്ല. ഒടിഞ്ഞതും മുറിഞ്ഞതും മമ്പുറത്ത് വാതിക്കെ പോയിരിക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ തീമിനെ എല്ലാം കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സ്ഥലമാണ് ദറസ്. അങ്ങനെയല്ല, നല്ല ബുദ്ധിയും ബോധമുള്ള മക്കൾ, അവരെ വേണം നമ്മൾ ഇതിലേക്ക് തിരിച്ചുവിടാൻ. എങ്കിലല്ലേ ഈ ദീനിൻ്റെ സംരക്ഷകരായി വരുവുള്ളൂ. മറ്റേത് ഇവൻ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ അതൊക്കെ കുപ്പി പൊട്ടിക്കാൻ തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് കൊല്ലം ജില്ലയിലെ ഒരു പള്ളിയിൽ അങ്ങനെ ഉണ്ടായെന്ന് കേൾക്കുന്നു. നഅൂദു ബില്ലാഹ്. സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഇമാമത്തൊക്കെ കഴിഞ്ഞ് മുകളിൽ കയറിയിട്ട് നല്ല സാധനം ജോണി വാക്കർ അടിച്ചുകൊണ്ടിരിക്കുക, ഹണീബി, നല്ല ടച്ചിങ്സൊക്കെ ആയിട്ട്. അങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ? അവൻ്റെ അസില് ശരിയല്ല. അവൻ നേരത്തെ ഇത് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടേ ആക്കിയതാണ് എത്തിയും ഖാന. വെടക്കായി പോകാൻ നേരത്തെ വെടക്കായിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നന്നാവും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നു. 12,000-ഓളം ശിഷ്യന്മാർക്ക് ഒരേ സമയം ദർസ് നടത്തിയിരുന്ന വ്യക്തിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിഅനാഹു ലറഫഅനാഹു ഇലൽ ഹുദാ വലാകിന്ന أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فقصص القصص لعلهم يتفكرون.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി ഈ ചരിത്രം ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ ആദരവായ പ്രവാചകരോട് പറയുകയാണ്. വത്തുലു അലൈഹിം, നബിയേ സമൂഹത്തിന് ഓതിക്കൊടുക്കണേ, ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, നബ അല്ലദീ ആതൈനാഹു ആയാതിനാ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ, ഒരുപാട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ മനഃപ്പാഠമാക്കിയവനാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം നൽകിയ വ്യക്തിയാണ്. അറിവിൻ്റെ ആഴിയിലൂടെ സഞ്ചരിച്ചതാകുന്ന വ്യക്തിയാണ്. ഒരുപാട് ഇൽമുകൾ അള്ളാഹു നൽകിയിട്ടുള്ള വ്യക്തിയാണ്. എത്രത്തോളം അദ്ദേഹത്തിന് ഇസ്മുൽ അഅ്ലം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടത്രേ. ഖുർആൻ മുഫസ്സിരീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത്രേ. ആ ഇസ്മുൽ അഅ്ലം വെച്ച് ദുആ ചെയ്താൽ ഇജാബത്താണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരുന്ന മനുഷ്യനാണ്. എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് ഉത്തരം നൽകിയിരുന്ന മനുഷ്യനാണ്. സ്വാലിഹായ സൽവൃത്തനായ മനുഷ്യനാണ്. അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് 12,000-ഓളം ശിഷ്യഗണങ്ങൾ സദാസമയം വലയം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സർവ്വതും എഴുതി രേഖപ്പെടുത്താൻ മാത്രമല്ല, വലിയ ഇൽമിൻ്റെ ആഴിയിലൂടെ സഞ്ചരിച്ചതാകുന്ന മഹൽ വ്യക്തിത്വമാണ്. മഹൽ വചനങ്ങൾ മാത്രമാണ് അദ്ദേഹം മൊഴിഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളവേ മദിയൻ എന്ന് പറയുന്നത് ആ ഇസ്രായേലി ജനതയിലെ ഒരു പ്രവിശ്യയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നുകൊണ്ട് ദീനീ ദഅവത്ത് നടത്തി. ആ നാട്ടുകാരുടെ മുഴുവനും സമ്മതം വാങ്ങി. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തോട് പറയുകയാ, ഞങ്ങൾക്കിടയിൽ നീയാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾ വലിയ അറിവുള്ളവനാണ്. അപ്പോഴാണ് ആ നാട്ടിലേക്ക്, ഇസ്രായേലി ജനതയിലേക്ക് പ്രബോധനവുമായി കടന്നു വരുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം. ആ നാട്ടിലുള്ള ജബ്ബാരികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയാ. ആ നാട്ടിലുള്ള ആളുകളെ കൊല ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോൾ നാട്ടുകാരാകുന്ന ആളുകൾ ഓടി വരുകയാണ്. ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന വ്യക്തിയോട് വന്ന് പറയുകയാണ്, അല്ലയോ മഹാനുഭാവനേ, ഞങ്ങൾക്ക് അനുകൂലമായി ഒന്ന് ദുആ ചെയ്യണേ. മൂസ എന്ന് പറയുന്ന പ്രവാചകരെ നശിപ്പിക്കാൻ, അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളൊന്ന് അല്ലാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്യണേ. നിങ്ങൾ വലിയ ഇജാബത്തുള്ള വ്യക്തിയല്ലേ, ഉത്തരം അല്ലാഹു നൽകിയിട്ടുള്ളതാകുന്ന വ്യക്തിയല്ലേ, എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് ഉത്തരം നൽകുന്ന വ്യക്തിയല്ലേ, അല്ലാഹുവിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യണേ എന്ന് ബൽആം ഇബ്നു ബഊറ എന്ന വ്യക്തിയോട് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു വേള ചിന്തിച്ചു, പാടില്ലല്ലോ, കടന്നു വരുന്നത് പ്രവാചകരല്ലേ. പക്ഷേ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പിശാച് വന്നുകൊണ്ട് ഇട്ടുകൊടുക്കുകയാണ്, മൂസായേക്കാൾ വലിയവനാണ് നീ. ഫഅത്ബഅഹു ശൈത്വാൻ. ഖുർആൻ പറയുകയാണ്, ഇൽമുള്ള വലിയ വ്യക്തിയാണ്, അറിവുള്ള വ്യക്തിയാണ്, പക്ഷെ അവരെയാണ് വേഗം പിശാച് പിടികൂടുക. ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തതാകുന്ന പ്രവാചകന്മാരെ പിശാച് പിടിക്കാൻ സാധ്യതയില്ല സഹോദരങ്ങളെ. പിശാച് ഏറ്റവും കൂടുതൽ പിടിക്കുക അല്പസ്വല്പം വിവരമുള്ളതാകുന്ന ആളുകളെയാണ്. അവരുടെ മനസ്സിൻ്റെ അകത്തലങ്ങളിലേക്കാണ് കിബിറിട്ട് തരിക. മദ്രസയിൽ ഓതി പഠിച്ചിട്ടുള്ള ആളുകളല്ലേ നമ്മൾ, ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികളല്ലേ നമ്മൾ. ഖുർആൻ ഓതുകയും നിസ്കാരം നിലനിർത്തുകയും നോമ്പുകൾ നോറ്റ് വീട്ടുകയും സകാത്തുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി കൊടുത്തു വീട്ടുകയും പാവങ്ങളുടെ കണ്ണീരൊപ്പുകയും ചെയ്യുന്ന നമ്മൾക്കല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ അഹന്ത വെച്ചുകൊണ്ട് നടക്കുന്നത്. നഊദു ബില്ലാഹ്. അല്പസ്വല്പം വിവരമല്ല, വലിയ ആലിമുൽ അല്ലാമയായി ഇസ്രായേലി ജനതയിൽ നിലകൊണ്ട ബൽആമിൻ്റെ ഹൃദയത്തിലേക്ക് പിശാച് ഇട്ടുകൊടുക്കുകയാണ്, ഹസദ് ഇട്ടുകൊടുക്കുകയാണ്, അസൂയ ഇട്ടുകൊടുക്കുകയാണ്. ഒരിക്കലും അവൻ സമ്മതിക്കുന്നില്ല, അവൻ്റെ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്നില്ല. തന്നേക്കാൾ വലിയവനാണ് മൂസാ അലൈഹിസ്സലാം എന്ന് സമ്മതിക്കുന്നില്ല. അവസാനം നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം മൂസാ നബിക്ക് എതിരായ
എതിരായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ മൂസാ നബിക്ക് എതിരായി ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ദുആ ചെയ്യുകയാണ്. നാട്ടുകാരാകുന്ന തെമ്മാടികളാകുന്ന റൗഡികളാകുന്ന ധിക്കാരികളാകുന്ന അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ കള്ളും കഞ്ചാവും രഹസ്യമാകും പരസ്യമായും വ്യഭിചാരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബിക്ക് എതിരായി ബൽആം ഇബ്നു ബഊറ അള്ളാഹുവിനോട് കരമുയർത്തുകയാണ്. അള്ളാഹുവേ പടച്ച റബ്ബേ, ഈ നാട്ടിലേക്ക് മൂസായെ നീ പ്രവേശിപ്പിക്കല്ലേ. അല്ല അദ്ഖുല മൂസാ നബി അലൈഹിസ്സലാം നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യുകയാ. ഫൻസലഖ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. മൂസാ നബിക്ക് എതിരായി ദുആ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ കിടന്ന നാവിനെ അല്ലാഹു ഉള്ളിലേക്ക് ഇറക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാവിനെ നെഞ്ചിലേക്ക് തൂക്കിയിടുകയാണ്, ഉള്ളിലേക്ക് ഇറക്കി വിടുകയാണ്, കീഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. നാപതാ നായയെ പോലെ അദ്ദേഹം നിലകൊള്ളുകയാ. ഖുർആനിൽ നായയായി അദ്ദേഹത്തെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഫക്കാന മിനൽ ഗാവീൻ. അദ്ദേഹം ദുർമാർഗ്ഗങ്ങളിൽ പെട്ടുപോയി സാബ. അദ്ദേഹം തെറ്റുകാരിൽ പെട്ടുപോയി സാബ. അല്ലാഹുവിന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനായിരുന്ന വലിയ ആലിമായിരുന്ന വ്യക്തിയുടെ ചരിത്രം പിൽക്കാലത്തുള്ള സ്വഹാബത്തിന് ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്. വലൗ ശിഅനാഹു ലറഫഅനാഹു ഇലൽ ഹുദാ വലാകിന്നഹു അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞതായി ഓർമ്മപ്പെടുത്തുകയാണ്. വലൗ ശിഅനാ ലറഫഅനാഹു ഇലൽ ഹുദാ. തീർച്ചയായും ആ മനുഷ്യനെ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കുമായിരുന്നു. പക്ഷെ അഹങ്കാരിയായി ധിക്കാരിയായി അദ്ദേഹം മാറുകയാണ്. അല്ലാഹു എന്നെ ഉയർത്തി എന്നുള്ള ചിന്തയാണ് മൂസ എന്ന പ്രവാചകനേക്കാളും വലിയ അറിവുള്ള വ്യക്തിയായി എന്ന് അസൂയ വെക്കുകയാണ്. ആ രീതിയിൽ അദ്ദേഹം പെരുമാറുകയാണ്. മൂസാ നബിക്ക് എതിരായി അദ്ദേഹം ദുആ ചെയ്യുകയാണ്. വലാകിന്നഹു അഖലദ ഇലൽ അർള് വത്തബഅ ഹവാ. സ്വന്തം ഇച്ഛ പ്രകാരം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും കൂടിക്കൊണ്ട് സ്വന്തം മനസ്സിൽ തന്നെ വലിയ അഹന്ത വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ഭൗതികമാകുന്ന ലാഭം ഉദ്ദേശിച്ചത് നാട്ടുകാർക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാണ്. അതിലൂടെ അദ്ദേഹം ഉണ്ടായിത്തീരുന്ന നാശനഷ്ടങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇൻ തഹ്മിൽ ഫമസലുഹു കമസലിൽ കൽബ്. ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന ലോകമറിയപ്പെട്ടതായ മൂസാ നബിയുടെ കാലക്കാരനാകുന്ന ആ മനുഷ്യൻ ആരെന്നറിയുമോ? അദ്ദേഹത്തിൻ്റെ ഉപമ അല്ലാഹു പറയുന്നു. മസലുഹു കമസലിൽ കൽബ്. നായയെ പോലെയാണ്, നായാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏത് രീതിയിലുള്ള നായാണ്? ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. വിരട്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും നാവ് പുറത്ത് നീട്ടിയിട്ടുകൊണ്ടിരിക്കുന്നതായ കേവലം ഒരു നായയായിട്ടാണ് അല്ലാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിൻ്റെ പേരിലാണ്? ഭൗതിക ലോകത്തെ ലാഭങ്ങൾ തനിക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ നാട്ടുകാരാകുന്ന സമൂഹങ്ങൾ, ജബ്ബാരികളാകുന്ന ധിക്കാരികളാകുന്ന സമൂഹങ്ങൾ തനിക്ക് നൽകുന്ന രത്നങ്ങളും പവിഴങ്ങളും വൈഡൂര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ വ്യക്തിയാണ്. അദ്ദേഹത്തെ അല്ലാഹു നായയെ പോലെ മാറ്റുകയാണ്. നാവ് നെഞ്ചിലേക്ക് ഇറക്കിയിട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഫൻസലഖ മിൻഹാ. അദ്ദേഹത്തിൽ നിന്ന് എല്ലാ ഇൽമും അല്ലാഹു ഊരിയെടുത്തു. ഖുർആൻ എല്ലാ അറിവും അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയെടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന് എതിരെ ദുആ ചെയ്ത വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ആ നാട്ടിലേക്ക് കടക്കാൻ ആ സമയത്ത് സാധിച്ചില്ല. തീഹി എന്ന് പറയുന്ന നാട്ടിലെത്തി ബഹുമാനപ്പെട്ടവർ സ്റ്റോപ്പായി.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ എനിക്കെന്തേ അങ്ങോട്ട് കടക്കാൻ സാധിക്കാത്തത്? അല്ലാഹു പറഞ്ഞു, ഇസ്മുൽ അലം മുൻനിർത്തിക്കൊണ്ട് അതാ ബൽആം ബിൻ ബഊറ നീ നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ നിനക്ക് എതിരെ ദുആ ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ എന്നാൽ എനിക്ക് അവനെതിരായി ദുആ ചെയ്യുകയാണ്, ഞാനിതാ ദുആ ചെയ്യുകയാണ്, അവൻ്റെ എല്ലാ നന്മകളും എടുക്കണേ അല്ലാ. അവനെതിരായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാകുന്ന മൂസാ നബി ദുആ ചെയ്യുകയാണ്. ഏറ്റവും വലിയ ഇജാബത്തിൻ്റെ ഉടമയല്ലേ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത് തീരേണ്ട താമസം അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ഇൽമു മുഴുവനും ഉയർത്തപ്പെടുകയും ചെയ്തു അത്രേ. ഉടനെ തന്നെ ബൽആം ബിൻ ബഊറ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയി, നിങ്ങളുടെ കുതന്ത്രത്തിൽ ഞാൻ അകപ്പെട്ടു പോയി. നിങ്ങൾ ദുനിയാവെനിക്ക് കൈവശം തരാമെന്ന് പറഞ്ഞപ്പോൾ ആഖിറത്തെ ഞാൻ നഷ്ടപ്പെട്ട് കളഞ്ഞു. ദുനിയാവും ആഖിറവും എനിക്ക് പരിപൂർണമായി ഇല്ലാതായി പോയി. ദുനിയാവും പോയി, ആഖിറവും പോയി. കാരണം എന്താ? നാക്കി ഇറങ്ങിപ്പോയി നായെപ്പോലെ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രം എന്തിന് അല്ലാഹു നമ്മളോട് പറയാൻ പറഞ്ഞു? വെറുതെ ഖുർആനിൽ പറയല്ല, വത്തുലു അലൈഹിം, നബി ഇത് ഓതിക്കൊടുക്കാനാണ് പറഞ്ഞത്, ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ. ഈ ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്നവരെന്ന് കൈ ഉയർത്തിക്ക്. ഈ ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്നവർ, ബാക്കിയുള്ളവർ കേട്ടായിരുന്നു, എന്നാൽ അതിൻ്റെ ബാക്കിയൊന്ന് പറയും. കുറച്ച് ആൾക്കാർ കൈ ഉയർത്തുന്നില്ല. ഉറങ്ങുവാണോ എന്ന് പറഞ്ഞില്ല. ആ ഉറങ്ങുവാണോ? നിങ്ങളോടല്ലേ അവിടെ ചോദിച്ചത്. അപ്പം പറയാൻ ഉറങ്ങുമല്ലെന്ന്. അപ്പം പിന്നെ മനസ്സിലായി ഉറങ്ങുവാന്ന്. ഉറങ്ങിയ ലൈവാണിത്. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കും. ഇവിടെ ഇരുന്ന് ഉറങ്ങി. ഉറക്കം വരുന്നെങ്കിൽ സ്റ്റേജിൻ്റെ പുറകെ പോയിക്കണം. അങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ ഇരുന്ന് ഉറങ്ങിയുള്ളൊരു വിഷയം. എന്താ? ലോകം മുഴുവൻ കാണും. ഇതുമാതിരി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ഈ മുസ്ലിമിൻ്റെയൊക്കെ എപ്പോൾ ഇറക്കിയെന്ന് ചോദിച്ചാൽ മതി. അള്ളാഹു നമ്മളെ സാലിഹികൾ ചേർക്കുമാറാവട്ടെ. ഒരിക്കൽ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ അഹന്തയും അഹങ്കാരവും ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാവൂല. മനസ്സ് നന്നാക്കിയെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കില്ലാതെ പോയത് സഹോദരങ്ങളതാ. ബാക്കിയൊക്കെ ഉണ്ട്. എല്ലാവരും നിസ്കരിക്കും. ആരാ നിസ്കരിക്കാത്ത ഇവിടെ? ഈ ഇരിക്കുന്നവരൊക്കെ മിക്ക ആളുകളും ഇശാ നിസ്കരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നത്. മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, സലാത്ത് ചെല്ലുന്നുണ്ട്, റമദാനിൽ നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് സദക്ക ചെയ്യുന്നുണ്ട്, കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കില്ലാതെ പോയതൊറ്റ നന്മ ഇത് മാത്രമേ ഉള്ളൂ. എന്തില്ല? ഹൃദയ ശുദ്ധീകരണം ഇല്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വെറുപ്പും വിദ്വേഷവും അസൂയയുമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിന് ഉദാഹരണം ഇപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ? ഒരു ആലിമായ വ്യക്തി, അറിവില്ലാത്ത വ്യക്തിയല്ല, നല്ല ആലിമാണ്. ഇസ്മുൽ ആലം പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 12,000 ശിഷ്യങ്ങൾ, മുത്തഅല്ലിമീങ്ങളുള്ള മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാൻ 12,000 ശിഷ്യന്മാർ ഡെയിലി ഉള്ളതാകുന്ന വലിയ ആലിമാണ്. അദ്ദേഹത്തിന് പോലും അസൂയ. ഇന്ന് ആലിമീങ്ങൾ തമ്മിലാണ് പോര്. ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം. വേറെ പോര് കേട്ടുകൊണ്ടിരിക്കുക ബാക്കിയുള്ള ആളുകൾ. അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പരസ്പരം അസൂയയും വിദ്വേഷവും വെറുപ്പും വേറെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ലോകം നന്നാവും? പിന്നെ എങ്ങനെ നാട്ടുകാർ നന്നാവും? അള്ളാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അത് ഉണ്ടാവുമെന്നുള്ളത് പഠിപ്പിച്ചു. ഇന്ന് തുടങ്ങിയതല്ലത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലപ്പഴക്കമുണ്ട്. അന്ന് മൂസാ നബിയോട് പോലും അസൂയയും വിദ്വേഷം വെച്ചു വലിയ ആലിം. പക്ഷേ എന്തു വന്നുപോയി? നാക്കിറങ്ങിപ്പോയി. മനസ്സിലാക്കേണ്ടത്. അൽ ഹസൂദു ലാ യസൂദു ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അസൂയ വച്ചവൻ ഒരിക്കലും നേതാവാകുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരാളോട് അസൂയ വെച്ചു, വിദ്വേഷം വെച്ചു, അതുകൊണ്ട് നടന്നാൽ നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിൻ്റെ തകർച്ചയ്ക്ക് നിദാനമാണത്. നിൻ്റെ അയൽവക്കത്തുള്ളവർ മനോഹരമായി വീട് വെക്കുന്നു, അവർ നല്ല വാഹനം വാങ്ങുന്നു, ഇന്നോവയുടെ പുതിയ ഹൈക്രോസ് ബുക്ക് ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് വെപ്രാളം വരണ്ട.
നിൻ്റെ മനസ്സ് സന്തോഷം വരട്ടെ, മാഷാ അല്ലാ ബാറക്കല്ലാ എന്ന് പറയാൻ നിൻ്റെ നാവ് പൊന്തുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ട്. ഇത് ബാറക്കല്ലാ എന്ന് പറയുമ്പോഴും പാറക്കല്ല് നിൻ്റെ നെഞ്ചത്ത് വരട്ടെ എന്നാണ് ഉദ്ദേശം. മനസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലെന്താണ്? പാറക്കല്ല എന്നാണ്. നിൻ്റെ നെഞ്ചത്തോട്ട് പാറക്കല്ല് വീഴട്ടെ എന്നാണ്. അള്ളാഹു മുളക്കാക്കട്ടെ. മനസ്സിങ്ങനെ കൈ പിടിച്ചിട്ടാ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്ത് ബറക്കത്ത്? ഇതാണ് കൗമ്. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. അറബിയുള്ള ഒരു രീതി, മനസ്സറിഞ്ഞിട്ടൊരു സന്തോഷം കൊടുക്കുന്ന ഒരു വർത്തമാനം ഇന്നത്തെ തലമുറയിലില്ല. എല്ലാവരും ഒരു സഹോദരൻ ഒരു സഹോദരിക്കുണ്ടാകുന്ന നേട്ടം ഇഷ്ടമില്ല. സഹോദരങ്ങൾ തമ്മിൽ പിണക്കം, ഒരാൾക്കുണ്ടാകുന്ന നിഅമത്തുകൾക്ക് എതിരിൽ ദുആ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അവൻ നശിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്ന കൗമ് അല്ലേ, അയാളുടെ ആ നിഅമത്ത് നീങ്ങിപ്പോകണേ എന്ന് ആഗ്രഹിക്കുന്നതാകുന്ന സഹോദരിമാർ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ജ്യേഷ്ഠന് മനോഹരമായ വീടുണ്ടായി, അനുജന് സഹിക്കുന്നില്ല. അനുജന് മനോഹരമായ വീടുണ്ടായി, ജ്യേഷ്ഠന് സഹിക്കുന്നില്ല. അവർക്കിടയിൽ പോരുവിളി നടത്തുന്നതായ ആളുകൾ, ആ പോര് വിളിക്കാൻ ഏറ്റവും കൂടുതൽ ആക്കം കൊടുക്കുന്ന, തലയിണ മന്ത്രം നൽകുന്നതാകുന്ന ഭാര്യമാർ. ക്ലാസ് കൊടുക്കുക വൈകിട്ട്, രാത്രിയാകുമ്പോൾ തലയിണ മന്ത്രം മന്ത്രിച്ച് ഊതുവാന്ന് ഓർക്കും നമ്മൾ. ആ ഓന്ന സമയത്ത് ഒരു ഫാത്തിഹ ഊതിയാക്കാൻ പറയണം തലയിലോട്ട്, അത്രയെങ്കിലും കിട്ടലായി. ഫുള്ള് ഇത് തന്നെ മന്ത്രിച്ച് ഊതി ഇവൻ എങ്ങനെയെങ്കിലും കുളവാക്കണം. അസൂയയും വിദ്വേഷവും വെച്ച് ഇങ്ങനെ കൊടുക്കുക. അല്ലാതെ എന്താ ഉള്ളത്? നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജീവിതം ചിന്തിക്കാൻ, മറ്റാരും ചിന്തിക്കേണ്ട, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടൊക്കെ നമ്മുടെ മനസ്സിലെന്തായി തീർന്നു? എപ്പോഴും വെറുപ്പാണ്. വാപ്പമാരൊക്കെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും മക്കളോട് വെറുപ്പ് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറുപ്പ് പറഞ്ഞു കൊടുക്കും. കുടുംബത്തിൽ അയൽവക്കാരെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച്, നമുക്ക് ഇന്ന ആളുകളൊക്കെ ഉണ്ട്, അവർ നമ്മളോട് വെറുപ്പുള്ള ആളുകളാണ്, വിദ്വേഷമുള്ള ആളുകളാണ്, പകയുള്ള ആളുകളാണ് എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതാണ് ലോകം. അവ ജനിച്ച കാലഘട്ടം മുതലേ നമുക്ക് അവരോട് പിന്നെ വിദ്വേഷവുമായി, ദേഷ്യമായി, എപ്പോഴും അകൽച്ചയായി. കൊച്ചാപ്പയാണ്, സ്വന്തം മൂത്താപ്പയാണ്, സ്വന്തം സഹോദരനാണ്, സ്വന്തം സഹോദരിയാണ്, എല്ലാവരോടും നമുക്ക് വെറുപ്പ് പറഞ്ഞു തന്നു. ഇതാണ് ഇന്നത്തെ തലമുറ കൈമാറുന്ന സന്ദേശം. അതല്ല വേണ്ടത്. സ്നേഹം പഠിപ്പിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇതൊക്കെ നന്നാവും, എല്ലാ നിഅമത്തും നമുക്ക് വിശാലമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് വിശുദ്ധമായ റജബ് നൽകുന്ന സന്ദേശം. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ബറക്കത്ത് ചേടേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സദാസമയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റജബും ശഅബാനും ബറക്കത്ത് മുറ്റിയതായ മാസമാണ്. നമ്മൾ ഈ മാസം ഇപ്പം തീരാറായി. റജബ് ഇതുവരെ നമുക്ക് ബറക്കത്ത് കിട്ടിയിട്ടില്ല, ഐശ്വര്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം നന്നാക്കണം, അമലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഖുർആനോത്ത്, വിക്ർ ഒക്കെ നമ്മൾ അധികരിപ്പിക്കണം, ശരിക്കും ദുആ ചെയ്യണം. കാരണം ഈ ബറക്കത്തെന്ന് പറയുന്നത് നിസ്സാരമായി കാണല്ലേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
ഷുഊർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ബറക്കത്ത് അല്ലാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ ബറക്കത്താണ്. റജബിലും ശഅബാനിലും ബറക്കത്ത് ചോദിക്കുന്ന മനുഷ്യ, മാനവ, സഹോദര, സഹോദരി, കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു അവന് ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ ബറക്കത്താണ് നമ്മൾ റജബിൽ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, നീ നിന്റെ ദാത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച ഈ ബറക്കത്ത് എനിക്ക് നൽകണേ അല്ലാഹ്. തീർന്നില്ല. ഖുർആൻ തന്നെ പറയുകയാണ് മറ്റൊരു സ്ഥലത്ത്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. പരിശുദ്ധമായ ഖുർആൻ ഈ ഭൂമുഖത്തേക്ക് ഇറക്കുകയും ജനങ്ങൾക്ക് അവരുടെ നന്മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് തിന്മയാർകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവായി ജീവിക്കാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായ ഈ മഹത്തമാകുന്ന മഹൽ ഗ്രന്ഥം, ഈ വിശുദ്ധമാക്കപ്പെട്ട കാറ്റലോഗ് നമുക്ക് ഇറക്കി തന്നതായ അല്ലാഹു അവൻ ബറക്കത്തുടയവനാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. സത്യ അസത്യ വിചാരണങ്ങൾ അതിനിടയിൽ വേർതിരിച്ച് കാണിച്ചു തന്ന വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തെ ഇറക്കിയ അല്ലാഹു പരിശുദ്ധനാണ്, ഐശ്വര്യവാനാണ്. അപ്പോൾ അല്ലാഹു ബറക്കത്തുടയവനായ വ്യക്തിയാണ്. ആ ബറക്കത്ത് നമ്മളിൽ ഒരല്പം കിട്ടാൻ വേണ്ടി സഹോദരങ്ങളെ അല്ലാഹു 2 മാസങ്ങൾ നൽകി ചോദിക്കണം നമ്മൾ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന അവ്വല ബൈതി വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ. എത്രയെത്ര ആയത്തുകളിലാണ് അല്ലാഹു ബറക്കത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐശ്വര്യം നമുക്ക് നൽകണമെങ്കിൽ മുസ്ലിമേ, നീ യഥാർത്ഥമാകുന്ന മുഅ്മിനായി ജീവിക്കണേ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി പടച്ചിട്ടുള്ളതാകുന്ന ആദ്യ ഗേഹം അത് പരിശുദ്ധമായ കഅബയാണ്. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ. പരിശുദ്ധമായ മക്കയിലുള്ളതാകുന്ന കഅബ അത് ബറക്കത്തുള്ള ഗേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. കഅബ അത് ബറക്കത്തുള്ള ഗേഹമാണ്, വിശുദ്ധമായ ഖുർആൻ. കഅബ ബറക്കത്തുള്ളതാക്കി അല്ലാഹു മാറ്റി. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗം നൽകപ്പെടുന്ന ഗേഹമാണ്. അതുകൊണ്ടാണ് ആ കഅബയിലേക്ക് തിരിഞ്ഞ് നാം നിസ്കരിക്കുന്നത്. ആ കഅബയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ ലോകത്തുള്ള എല്ലാവരും ബറക്കത്തുള്ള വേഗമാണ്. ആ ബറക്കത്ത് പറ്റിയെടുക്കാൻ കല്ലുകൾ കൊണ്ട് പടുത്തതാണ്. ആ കഅബയിലേക്ക് തിരിഞ്ഞു സുജൂദ് ചെയ്താലും നമ്മൾ ആരിലേക്കാണ് സുജൂദ് അർപ്പിക്കുന്നത്? അല്ലാഹുവിലേക്കാണ്, ഇലല്ലാഹ്. പക്ഷെ ബറക്കത്തുള്ള ഭവനമായ ആ കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാകുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയം, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്താലും ഏത് നന്മ ചെയ്താലും ആ കഅബയെ സാക്ഷിയാക്കിൻ വലിയ ഖൈറാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പം മക്കളൊക്കെ SSLC +2 ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കളാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാ. പഠിക്കുമ്പോൾ കിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് പഠിക്കൻ വലിയ നേട്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒളുവോടുകൂടിയിരിക്കൻ. അവ്വല് വക്കത്ത് സുബൈ നിസ്കരിച്ചിട്ട് അവ്വല് സുബൈക്ക് ഇരുന്നിട്ട് പഠിച്ചു നോക്കൻ. നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല റാഹത്താവും. അതിൽ ഖൈറുണ്ട്, മനസ്സിലാക്കണം. എല്ലാ നന്മ ചെയ്യുമ്പോഴും കിബിലെ അഭിമുഖീകരിക്കുക. നിസ്കാരത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, സലാത്തുകൾ അധികരിപ്പിക്കുമ്പോൾ. അതല്ലേ കഅബയുടെ ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് പറയാൻ കാരണം. ഭയങ്കര മഹത്വമാണ് കഅബ. അതിൻ്റെ മുന്നിലേക്ക് തുപ്പാൻ പാടില്ല, കഅബയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല.
ഒരു വലിയ സൂഫി വര്യനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിർബന്ധിച്ചു മറ്റൊരു സൂഫിയെ കാണാൻ വേണ്ടി. നാട്ടിൽ വലിയൊരു സൂഫി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. കുട്ടികളുടെ നിർബന്ധ നിമിത്തമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അസർ വരെ ദറസെടുത്തു. അസർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ഇവർ ആ പള്ളിയിലേക്കെത്തി. അപ്പോൾ വലിയ സൂഫി വര്യനാണെന്ന് ജനങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന, കുട്ടികൾ പരിചയപ്പെടുത്തിയ ഈ വ്യക്തി ഇഖാമത്ത് കൊടുത്തപ്പോൾ ഇമാമത്തിന് വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു കിളിവാതിലുണ്ട്, അതിലേക്കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അർക്കിച്ച് തുപ്പി. മറ്റേ ആളിത് കണ്ടു. അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിസ്കരിക്കുവരും വേണ്ട, ഇയാളുടെ പുറകെ പോയേക്കാന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചാൽ എന്താ? കിബിലയ്ക്ക് നേരെ തുപ്പുന്നവൻ യഥാർത്ഥ വലിയല്ല, അദ്ദേഹത്തിന് കാപട്യമുണ്ട്. അതാണ് മുൻഗാമികൾ. നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ടീമിനെ വരെ പോയി കൈപിടിച്ച് മുസാഫത്ത് ചെയ്യും. അതാണ് നമ്മുടെ കൗമ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. കാണുന്ന എല്ലാ ജ്യോത്സ്യന്മാരെടുക്കലും, കാണുന്ന ഏത് വ്യാജ ഉമ്മമാരും വ്യാജ ജിന്നുമ്മയും ജിന്നുപ്പയും ഉണ്ടോ അവിടെയൊക്കെ പോയി മന്ദിരി ചൂതാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഉമ്മമാർ. എല്ലായിടത്തും പോയി നിൽക്കുക, തല കാണിച്ചു കൊടുക്കുക, ഊതിക്കോ. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. പൈസ ഇങ്ങനെ കൊണ്ടു കൊടുക്കുക ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും. വ്യാജ ചികിത്സകർ വളരെ അധികരിച്ച കാലഘട്ടമാണിത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഒരുപാട് വ്യാജന്മാർ അധികരിച്ച കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എത്ര ആളുകളാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് കുന്നുകൂടി വരുന്നുണ്ട്. ഞാൻ സ്ഥലങ്ങളൊന്നും എടുത്തു പറയുന്നില്ല, ആരുടെ മനസ്സ് വിഷമിപ്പിക്കാനല്ല പറയുന്നത്. ഗൗരവമായി ചിന്തിക്കണം, നമ്മൾ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് നമ്മൾ ഹറാമായ മേഖലകളിൽ കൊണ്ടുപോയി വ്യാജരുടെ കൈവശം കൊണ്ടുപോയി പണയം വെക്കാൻ പാടില്ല. എത്രയോ ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളത് ചെല്ലിൻ, നമ്മളതനുസരിച്ച് ജീവിക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹറാമായ തലത്തിലേക്കും പൈസ കൊണ്ടുപോയി കളയരുത്. വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിനൊക്കെ മൂല്യമുണ്ട്. ഇതെവിടെ നിന്നാണ് കിട്ടിയത്, എവിടെ ചെലവഴിച്ചത് ചോദിക്കപ്പെടും. കാണുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ചെലവഴിക്കാൻ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. എത്ര ആളുകളറിയാം? ഈ അടുത്തിടെ ഒരാൾ അയാളുടെ കടയ്ക്ക് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയൊരു സാമ്യം കൊണ്ടുവന്നേക്കുന്നു. എന്നിട്ട് കടയ്ക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായത്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. വേറെ പ്രശ്നത്തിനൊന്നും ഇനി പോകണ്ട. ഈ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായി നിൻ്റെ ദീനിൽ. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്ന് പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേക്കുന്നു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിന, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യം പറയുന്ന വാക്ക് അപ്പാടെ വാസ്തവീകരിച്ച് അത് വിഴുങ്ങുകയും ചെയ്താൽ, അയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ, തീർച്ചയായും ഫഖദ് കദബ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവൻ കളവാക്കിയവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഭയങ്കര വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. വലിയ വലിയ പണക്കാരായ ആളുകളാണ് ഇതിലേറ്റവും മുൻപന്തിയിൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, പണച്ചാക്കുകളാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ. പാവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർ സാധുക്കൾ, അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചിലർക്കുണ്ട് കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല. പഠിച്ചോ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലില്ല. അത് എന്ത് കഞ്ഞിമൂല? കഞ്ഞി വെച്ച് കുടിക്കാൻ ആണോ കഞ്ഞിമൂല? ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ മനസ്സിലാക്കി ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല, ഇവിടെ കഞ്ഞിമൂലയുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇവിടെ ഇന്നത് പറ്റൂല, ബാത്റൂം പറ്റൂല. കഞ്ഞിമൂല ബാത്റൂം പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ദോഷമാണ്. ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ തഴവ ഉസ്താദൊക്കെ എന്നേ ഖറാബായി പോയാനെ. ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ്. അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഴവ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ്. ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ്.
ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത്? ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുസ്സലാം മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു. പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം. ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബ് ഖാനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. ധാരാളം കിതാബുകൾ അവിടെ കാണാം. ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഫത്ഹുൽ മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇബാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എഴുതി 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 ഓരോ വരികൾക്കിടയിലും. അതിനകത്തിന് ഒരു പേജ് ലൈന് എഴുതാൻ. ഇതേപോലെ അടുത്ത ഗ്രന്ഥം, വേറൊരു ഗ്രന്ഥം എടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല. തഴവ ഉസ്താദ് തന്നെ പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കാൻ. നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് നമ്മൾ. അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല. ഫുള്ള് അതിൻ്റെ ഫ്രണ്ട് പേജ് വായിക്കും, സ്പോർട്സ് പേജും വായിക്കും, എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും, കഴിഞ്ഞ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഇത്രയും വലിയ കിതാബുകളൊക്കെ ഓതിപ്പടിച്ചതാകുന്ന മഹാന്മാരാകുന്ന മഹത്തുക്കൾ, റയീസുൽ മുഹഖഖീനാകുന്ന കണ്ണിയത്ത് ഉസ്താദ്, ബഹുന്നരാകുന്ന റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ്, ഇവരൊക്കെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയി. നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടിരിക്കുക. മൂല്യന്മാർക്കറിയാത്ത പണിയാണിത്, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം. ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ? ഇത് എതിർത്തതാണ്. വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ, ആലിമീങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, ഓരോരുത്തർക്കും അവരവരുടെ ആചാരം. ഹൈന്ദവ മതത്തിലുള്ളവർക്ക് അവർക്ക് കന്നിമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം, അതുമായി പോകാം. മുസ്ലിമിന് അതുമായി യാതൊന്നും കൂട്ടിക്കലർത്താൻ പാടില്ല. നമുക്കതില്ല, അത് മനസ്സിലാക്കി.